യോഹന്നാന്റെ സുവിശേഷം. ആദ്യ വീഡിയോയിൽ യേശു ദൈവപുത്രനായ മിശിഹായും ദൈവവചനത്തിന്റെ ആൾരൂപവും ദൈവം യഥാർത്ഥത്തിൽ ആരെന്ന് വെളിപ്പെടുത്താൻ വന്ന മഹത്തായ സാന്നിധ്യവുമാണെന്ന വാദം സ്ഥാപിക്കുന്നതിനാണ് യോഹന്നാൻ ഈ പുസ്തകം എഴുതിയതെന്ന് നാം കണ്ടു. ഈ അവകാശവാദം സ്ഥാപിക്കുന്നതിനായി യോഹന്നാൻ പുസ്തകത്തിന്റെ ആദ്യ പകുതിയെ രൂപകൽപ്പന ചെയ്തത് എങ്ങനെയെന്നും നാം സമഗ്രപഠനം നടത്തി. യേശു അത്ഭുതകരമായ അടയാളങ്ങൾ ചെയ്തുകൊണ്ട് ഇസ്രായേലിന്റെ മുഴുവൻ ചരിത്രവും വിരൽ ചൂണ്ടുന്നതിന്റെ പൊരുളാണ് താൻ എന്ന് തന്നെക്കുറിച്ച് വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ ഇതൊക്കെയും വലിയ വിവാദം സൃഷ്ടിക്കുന്നു. യഹൂദ നേതാക്കൾ യേശുവിന്റെ ഈ എല്ലാ അവകാശവാദങ്ങളെയും എതിർക്കുന്നു. അങ്ങനെ യേശു തന്റെ സുഹൃത്തായ ലാസറിനു വേണ്ടി പ്രാണനെ വച്ചുകൊടുക്കുന്നതിൽ കാര്യങ്ങൾ കലാശിക്കുന്നു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുവാനായി യെരുശലേമിന് സമീപം പോയതുമൂലം യേശു തന്റെ വിധിക്ക് മുദ്രയിട്ടു. യേശുവിനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന ആരംഭിക്കുമ്പോൾ നാം പുസ്തകത്തിന്റെ രണ്ടാം പകുതിയിലേക്ക് പ്രവേശിക്കുന്നു. ആദ്യ ഭാഗം പൂർണ്ണമായും യേശുവിന്റെ അവസാന രാത്രിയിലും ശിഷ്യന്മാരോടുള്ള വാക്കുകളിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാരണം വരാനിരിക്കുന്ന മരണത്തിനായി അവരെ ഒരുക്കാൻ അവൻ ശ്രമിക്കുന്നു. അത്താഴത്തിൽ യേശു ഞെട്ടിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നു. ഒരു സാധാരണ വേലക്കാരനെപ്പോലെ അവൻ മുട്ടുകുത്തിക്കൊണ്ട് അവരുടെ അഴുക്കുപറ്റിയ കാലുകൾ കഴുകാൻ ആരംഭിക്കുന്നു. അവരുടെ സംസ്കാരത്തിൽ ഒരു ശ്രേഷ്ഠനായ റബ്ബി ഒരിക്കലും തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി അങ്ങനെ ചെയ്യാറില്ല. യേശു പറയുന്നത് സ്വയം സമർപ്പിത സ്നേഹത്തിലൂടെ ദൈവത്തിന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുക എന്ന തന്റെ ജീവിത ലക്ഷ്യത്തിന്റെ ഒരു അടയാളമാണ് ഇത്. ഒരു ദാസനായി തീർന്നുകൊണ്ട് യേശു ചെയ്യാൻ പോകുന്നതിന്റെയും ലോകത്തിന്റെ പാപങ്ങൾക്കായി മരിക്കുവാൻ തന്റെ ജീവനെ ഏൽപ്പിക്കുന്നതിന്റെയും പ്രതീകം കൂടിയാണിത്. അങ്ങനെ ഈ പ്രവൃത്തിയിലൂടെ തന്റെ മുഖ്യമായ കൽപ്പനയെ യേശു ശിഷ്യന്മാർക്ക് നൽകുന്നു. അതായത് അവൻ അവരെ സ്നേഹിച്ചതുപോലെ അവർ അന്യോന്യം സ്നേഹിച്ചുകൊണ്ട് അവനെ പിന്തുടരുക. സ്നേഹപൂർവ്വമുള്ള ഔദാര്യപ്രവൃത്തികളാണ് യേശുവിന്റെ അനുയായികളുടെ മുഖമുദ്ര. ഇത് യേശു ആരാണെന്നും അതിനാൽ ദൈവം ആരാണെന്നും ലോകത്തെ കാണിക്കും. ഇപ്പോൾ യേശു ഒരു നീണ്ട പ്രഭാഷണത്തിലേക്ക് പ്രവേശിച്ചത് ഒരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. കൂടാതെ എല്ലാ വസ്തുതകളും ചില ആവർത്തിച്ചു വരുന്ന പ്രമേയങ്ങളാൽ യോജിപ്പിച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. യേശു പോകുന്നതായി പിന്നെയും പറയുന്നു. അത് ശിഷ്യന്മാർക്ക് സങ്കടമുണ്ടാക്കുന്നു. എന്നാൽ യേശു പറയുന്നു, ഇത് നല്ലതിനു വേണ്ടിയാണ്. കാരണം അത് അർത്ഥമാക്കുന്നത് കാര്യസ്ഥൻ എന്നറിയപ്പെടുന്ന ആത്മാവിനെ അവൻ അയക്കും എന്നാണ്. ഒരു മനുഷ്യനെന്ന നിലയിൽ യേശുവിന് ഒരു സമയം ഒരു സ്ഥലത്തു മാത്രമേ ആയിരിക്കുവാൻ കഴിയൂ. എന്നാൽ ആത്മാവിന് ഏത് സമയത്തും ഏത് സ്ഥലത്തും യേശുവിന്റെ വ്യക്തിപരമായ ദിവ്യസാന്നിധ്യമാകുവാൻ കഴിയും. ആത്മാവ് പല കാര്യങ്ങളും ചെയ്യുമെന്ന് യേശു പറയുന്നു. ഓർമ്മിക്കുക, യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ഏകദൈവത്തിന്റെ അതുല്യത പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹപൂർവമായ ഐക്യബന്ധത്തിൽ അടങ്ങിയിരിക്കുന്നു. യേശു പറയുന്നു, ആത്മാവാണ് ആ സ്നേഹപൂർവമായ വ്യക്തിസാന്നിധ്യം. അത് അവന്റെ ജനത്തിൽ വന്നുവസിക്കുകയും പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹത്തിലേക്ക് അവരെ ചേർക്കുകയും ചെയ്യും. അതിനാൽ ഒരു മുന്തിരിവള്ളി ശാഖകളോട് ബന്ധപ്പെട്ടിരിക്കുന്നതുപോലെ ആ ദിവ്യസ്നേഹബന്ധത്തിൽ വസിക്കുന്നവർ അല്ലെങ്കിൽ നിലനിൽക്കുന്നവർ ആണ് തന്റെ ശിഷ്യന്മാരെന്ന് യേശു പറയുന്നു. ദൈവത്തിന്റെ വ്യക്തിപരമായ സ്നേഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം ഇവിടെ വിവരിക്കുന്നു. രോഗശാന്തി, പരിവർത്തനം, അവരെ പുതിയതാക്കുക. ഇനിയും ഏറെയുണ്ട്. ആത്മാവ് യേശുവിന്റെ അനുയായികളെ അവന്റെ ദൗത്യത്തെ ലോകത്തിലെങ്ങും നിർവഹിക്കുവാനും എല്ലാറ്റിനും മുമ്പേ സേവന പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന മഹത്തായ കൽപ്പന നിവർത്തിക്കുവാനും ശക്തിപ്പെടുത്തും. എന്നാൽ യേശു പറയുന്നു, ദൗത്യമെന്നാൽ സത്യത്തിന് സാക്ഷ്യം വഹിക്കുക. മനുഷ്യരെന്ന നിലയിൽ നാം പരസ്പരം പെരുമാറുന്ന സ്വാർത്ഥമായ പാപപരമായ വഴികൾ പേരുപറഞ്ഞ് തുറന്നുകാട്ടുക. യേശുവിൽ ദൈവം ലോകത്തെ സ്നേഹിച്ചതിനാൽ അവനിലൂടെ ലോകത്തെ രക്ഷിച്ചു എന്ന് പ്രഖ്യാപിക്കുക എന്നിവയാണ്. അവൻ വീണ്ടും മനുഷ്യനാകാനുള്ള ഒരു പുതിയ വഴി തുറന്നു. അതിനാൽ ഒടുവിൽ എതിർപ്പുണ്ടാകുമെന്ന് യേശു പ്രവചിക്കുന്നു. യഹൂദ നേതാക്കൾ അവനെ തള്ളിപ്പറഞ്ഞതുപോലെ തന്റെ അനുയായികളും പീഡിപ്പിക്കപ്പെടും. പക്ഷേ ഭയപ്പെടരുതെന്ന് അവൻ അവരോട് പറയുന്നു. കാരണം അവൻ ഇതിനകം ലോകത്തെ കീഴടക്കുകയോ ജയിക്കുകയോ ചെയ്തിരിക്കുന്നു. ഇവിടെ വിജയം എന്നതുകൊണ്ട് യേശു എന്താണ് അർത്ഥമാക്കുന്നത് അദ്ദേഹം പറയുന്നില്ല. പക്ഷേ അത് പുസ്തകത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മെ നയിക്കുന്നു. അവിടെ യേശു ശൈലിയിലുള്ള വിജയം എങ്ങനെയായിരിക്കുമെന്ന് യോഹന്നാൻ പറയുന്നു. യഹൂദ നേതാക്കന്മാർ യേശുവിനെയും ശിഷ്യന്മാരെയും പിടിച്ച് ബന്ധിക്കാൻ സൈനികരെ അയക്കുന്നു. പട്ടാളക്കാർ ഏതാണ് യേശു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്നവൻ പ്രഖ്യാപിക്കുകയും അവർ പിന്നോട്ട് വീഴുകയും ചെയ്യുന്നു. ഇതേ ശൈലികൾ യേശു ഉപയോഗിച്ച 7 സന്ദർഭങ്ങൾ വീതമുള്ള 2 വിഭാഗങ്ങളുടെ പര്യവസാനമാണ് ഈ വാക്കുകൾ. ഇതെല്ലാം യേശുവിനെക്കുറിച്ചുള്ള യോഹന്നാന്റെ ഒരു പ്രധാന അവകാശവാദത്തെ എടുത്തുകാണിക്കുന്നു. ഞാനാകുന്നു എന്ന വാചകം ഗ്രീക്കിൽ ഈഗോ എയ്മി എന്ന ദൈവത്തിന്റെ വ്യക്തിപരമായ എബ്രായ ഉടമ്പടി പേരിന്റെ ഗ്രീക്ക് ഭാഷാന്തരമാണ്. അത് മോശയ്ക്ക് വെളിപ്പെട്ടതായി പുറപ്പാട് 3-ാം അധ്യായത്തിൽ പറയുന്നു. യെശയ്യാവിലും ഇത് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്.
ഞാനാകുന്നു എന്ന് യേശു പറയുന്ന 7 നിമിഷങ്ങൾ യോഹന്നാൻ തന്റെ കഥയിൽ നിർണായക സ്ഥാനങ്ങളിൽ ചേർത്തിട്ടുണ്ട്. പിന്നാലെ അതിശയിപ്പിക്കുന്ന ചില അവകാശവാദങ്ങളും. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ആടുകളുടെ വാതിൽ, നല്ല ഇടയൻ, പുനരുത്ഥാനം, വഴിയും സത്യവും ജീവനും, യഥാർത്ഥ മുന്തിരിവള്ളി. അവന്റെ രാജ്യം ഈ ലോകത്തിനു വേണ്ടിയുള്ളതാണ്. എന്നാൽ അതിന്റെ മൂല്യങ്ങൾ ഈ ലോകത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതല്ല. കൂടാതെ ഞാനാകുന്നു എന്ന് യേശു ലളിതമായി പറയുന്ന പ്രധാന നിമിഷങ്ങളുള്ള മറ്റ് 7 കഥകളും യോഹന്നാൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അവിടെ ഈ ദിവ്യനാമം പ്രതിധ്വനിക്കുന്നുണ്ട്. യേശുവിനെ അറസ്റ്റ് ചെയ്യുന്ന ഈ സംഭവം അവരെല്ലാവർക്കും വിരോധാഭാസത്തിന്റെ പാരമ്യമാണ്. കാരണം അവന്റെ ദൈവീക നാമവും ശക്തിയും വിജയവും യേശു ജീവനുപേക്ഷിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ വെളിപ്പെടുത്തുന്നു. അതിനുശേഷം തന്റെ ഇസ്രായേലിന്റെ രാജാവ്, ദൈവപുത്രൻ തുടങ്ങിയ തന്റെ അവകാശവാദങ്ങൾക്ക് യേശു വിചാരണ നേരിടുന്നു. ആദ്യം മഹാപുരോഹിതന്റെ മുൻപിലും പിന്നെ റോമാ ഗവർണറായിരുന്ന പീലാത്തോസിന്റെ മുമ്പിലും. ഇസ്രായേലിന്റെ രാജാവ് എന്നവകാശപ്പെടുന്ന ആരെയും അദ്ദേഹത്തിന് ഗൗരവമായി കാണേണ്ടിയിരുന്നു. യേശു പീലാത്തോസിനോട് പറയുന്നു, എന്റെ രാജ്യം ഈ ലോകത്തിൽ നിന്നുള്ളതല്ല. അതിനർത്ഥം അവൻ രാജാവാണെന്നും അവന്റെ രാജ്യം ഈ ലോകത്തിനു വേണ്ടിയുള്ളതാണെന്നും, എന്നാൽ അതിന്റെ വ്യത്യസ്തമായ മൂല്യങ്ങളും അധികാരവും മഹത്വവും ഈ ലോകത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞത് അല്ല എന്നുമാണ്. മറിച്ച് ക്രൂശിനെ പ്രതീകമാക്കി യേശു തന്റെ വിചിത്ര രാജ്യത്തിലൂടെ വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ സ്വഭാവത്താൽ അവ നിർവചിക്കപ്പെടുന്നു. ലോകത്തിന്റെ യഥാർത്ഥ രാജാവ് പാപത്തെയും തിന്മയെയും ജയിക്കാൻ അനുവദിച്ചുകൊണ്ട് അതിനെ ജയിക്കുന്ന സ്ഥലമാണിത്. സ്വയം സമർപ്പിത സ്നേഹപ്രവൃത്തിയിലൂടെ യേശു ലോകത്തിന്റെ മേൽ വിജയം നേടുന്നു. ഇതിനുശേഷം യേശുവിന്റെ ശരീരം ഒരു ശവക്കല്ലറയിൽ അടക്കം ചെയ്തു. അതിന് മുദ്രവെച്ചു. ആഴ്ചയിലെ ആദ്യ ദിവസം മറിയയും പിന്നീട് മറ്റു ശിഷ്യന്മാരും ശവക്കല്ലറ അസാധാരണമായി തുറന്നിരിക്കുകയാണെന്നും ശൂന്യമാണെന്നും കണ്ടെത്തുന്നു. പെട്ടെന്ന് മറിയ യേശുവിനെ കണ്ടുമുട്ടുന്നു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇവിടെ യേശുവിന്റെ പുനരുത്ഥാനം യോഹന്നാന്റെ സുവിശേഷത്തിലെ മറ്റൊരു 7 മാതൃകകളിലേക്ക് വീണ്ടും ബന്ധിപ്പിക്കുന്നു. കാനയിലെ കല്യാണസദ്യയിൽ യേശു വെള്ളം വീഞ്ഞാക്കി മാറ്റിയപ്പോൾ യോഹന്നാൻ പറഞ്ഞു, അതാണ് യേശുവിന്റെ ആദ്യ അടയാളം. 4-ാമത്തെ അധ്യായത്തിലെ രോഗിയായ ബാലന്റെ സൗഖ്യം 2-ാമത്തെ അടയാളമായി അദ്ദേഹം തിരിച്ചറിഞ്ഞു. എന്നാൽ ഇതിനുശേഷം എണ്ണം കണക്കാക്കാൻ യോഹന്നാൻ നിങ്ങളെ അനുവദിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ 6-ാമത്തെ അടയാളമായി ലാസറിനെ ശവകുടീരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതായി നിങ്ങൾക്ക് കാണാം. അത് യേശു സ്വന്തം ജീവൻ പണയപ്പെടുത്തുകയാണ് ചെയ്തത്. അതിനാൽ എല്ലാ അടയാളങ്ങളും കഥയുടെ സമാപ്തിയിലെ ഈ 7-ാമത്തെ ഏറ്റവും വലിയ അടയാളത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. യേശുവിന്റെ തന്നെ മരണത്തിൽ നിന്നുള്ള പുനരുത്ഥാനം. സകല ജീവന്റെയും സൃഷ്ടാവായ ദൈവപുത്രനാണെന്ന യേശുവിന്റെ അവകാശവാദത്തെ ഇത് ശരിവയ്ക്കുന്നു. അവന്റെ സ്നേഹം മരണത്തെ തന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ശവക്കല്ലറയിൽ നിന്നും പുറത്തു വന്ന ശേഷം യേശു എല്ലാ ശിഷ്യന്മാർക്കും പ്രത്യക്ഷനാകുന്നു. അവൻ വാഗ്ദാനം ചെയ്തതുപോലെ ആത്മാവിനെ അയച്ചുകൊണ്ട് അവരെ നിയോഗിക്കുന്നു. അതിനാൽ പിതാവിൽ നിന്നുള്ള തന്റെ ദൗത്യം അവരിലൂടെ നടപ്പിലാക്കാൻ കഴിയും. ഇതിനുശേഷം യേശുവിന്റെ ശിഷ്യന്മാരുടെ ലോകത്തിലെ ദൗത്യനിർവഹണത്തെ വിശദീകരിക്കുന്ന ഒരു ഉപസംഹാരത്തോടെ പുസ്തകം അവസാനിക്കുന്നു. ചില ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോകുന്നു. അവർക്ക് ഒന്നും കിട്ടുന്നില്ല. അതിനാൽ യേശു അവർക്ക് കരയിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ അവർ അവനെ തിരിച്ചറിയുന്നില്ല. എങ്കിലും പടകിന്റെ മറുവശത്ത് വല വീശാൻ അവൻ അവരോട് പറയുന്നു. അവർ അവനെ അനുസരിച്ചപ്പോൾ അവർ ഒരു വലിയ മീൻകൂട്ടത്തെ പിടിക്കുന്നു. അപ്പോഴാണ് അവർ അവനെ യേശുവെന്ന് തിരിച്ചറിയുന്നത്. ഇപ്പോൾ യോഹന്നാൻ യേശുവിന്റെ ശിഷ്യത്വത്തിന്റെ ഒരു ചിത്രം ഇവിടെ സമ്മാനിക്കുന്നു.